ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്തരമാറ്റിനെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ ഈ അനിയെ പിടിച്ചു നിർത്തി ഒരേ കാര്യങ്ങളെല്ലാം ചോദിക്കണം. നിന്റെ മനസ്സിൽ എപ്പോഴും നന്ദുവാണല്ലേ? നന്ദുവിനെ നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് താല്പര്യം എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. എന്താ, ഏടത്തിയോട് ഞാൻ പറഞ്ഞായിരുന്നോ എനിക്ക് നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്? പിന്നെ എന്തിനാ ഏടത്തി ഇങ്ങനെ പറയുന്നത്? അല്ല, നിന്റെ മനസ്സിൽ അങ്ങനെയാണല്ലോ, അതുകൊണ്ടാണല്ലോ നീ അവന്തികമായിട്ടുള്ള കല്യാണത്തിന് എതിർപ്പ് നിൽക്കുന്നത്. അവന്തിക ഏതായാലും നല്ല പെണ്ണ് തന്നെയാണ്. അവളുടെ സ്വഭാവത്തിൽ യാതൊരു ഇതുമില്ല. പക്ഷേ എൻ്റെ അബിയുടെ അനിയത്തിയല്ലേ അവള്, എനിക്ക് അവളെയല്ലേ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവളെയും നന്ദുവിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നന്ദു ഇങ്ങോട്ട് വരാതിരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അവൾ എൻ്റെ ശത്രുപക്ഷത്താണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിയാണെങ്കിലോ, നിങ്ങളൊക്കെ അങ്ങനെ വിശ്വസിച്ചോ? അപ്പം എനിക്ക് പക്ഷേ അവന്തികയിൽ വലിയ താല്പര്യമൊന്നുമില്ല. അവന്തികയുടെ സ്വഭാവം മാറിയെന്ന് പറയുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അവളും നിങ്ങളുടെ ഭർത്താവിൻ്റെ അതേ ഗുണമായിട്ട് വളരുന്ന ഒരു പെണ്ണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും നിൻ്റെ ഏട്ടനില്ലേ ആദർശിൻ്റെ അത്രയൊന്നും വലിയ ആളൊന്നും കുഴപ്പക്കാരനൊന്നും അല്ല എൻ്റെ ഭർത്താവ് എന്നും നവ്യയും വിട്ടുകൊടുക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. നിങ്ങൾ എന്തിനാ എൻ്റെ മുന്നിൽ വന്നിങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ഈ കല്യാണം നടക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം ഇവിടെ നടക്കില്ല. ആര് പറഞ്ഞടാ? ഈ കല്യാണം നടക്കും. കാരണം ഇവിടുത്തെ കാരണവരെ അത് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കാരണവന്മാരെ ധിക്കരിച്ചുകൊണ്ട് ആരും ഒരു പ്രവൃത്തികളും ചെയ്തിട്ടില്ല. മനസ്സിലായോ നിനക്ക്? അപ്പം അതുകൊണ്ട് തന്നെ ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കും. എന്ത് കാരണം വെച്ചാലും നീ നന്ദുവിനെ കൊണ്ടുവരാനാണ് ഇങ്ങോട്ട് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ വരില്ലടാ. ഞങ്ങൾ 3 പേരും ഇവിടെ വേണ്ട. 2 ആളുണ്ടല്ലോ ഇപ്പോൾ, അത് തന്നെ ധാരാളം. അതുകൊണ്ട് നന്ദു ഇങ്ങോട്ട് കാല് കുത്തി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ കുറിച്ച് തന്നെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ അനിയാണെങ്കിൽ ഇനിയൊന്നും പറയാനൊന്നുമില്ല എനിക്ക് നിങ്ങളോട്. നിങ്ങളുടെ പാട് നോക്കി പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് മാറി നിൽക്കുക. അപ്പം അനി അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴും അനിയുടെ മുഖത്ത് ആ ടെൻഷൻ നവ്യ തിരിച്ചറിയുകയാണ്. അങ്ങനെ നവ്യ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നൊക്കെ ആലോചിക്കുക. അങ്ങനെ നവ്യ നേരെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ അഭി അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നവ്യ പറയാണ്, ഞാനേ ഇപ്പോൾ ഒരാളെ കണ്ടായിരുന്നു അവിടെ വാദിക്കലേ, ഭയങ്കര ടെൻഷൻ അടിച്ച് അങ്ങ് നിൽക്കുക. ആരാന്നറിയാവോ? അനി. ആ നന്ദുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ. പക്ഷേ അവനെ ഞാൻ വെറുതെ വിടോ? കണക്കിന് അവനിട്ട് കൊടുത്തിട്ടുണ്ട്. അവന്തിയെ തന്നെ കല്യാണം കഴിക്കുള്ളൂ നീയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കാരണവന്മാരാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും നന്ദുവിനെ ഒരിക്കലും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അബിക്ക് ഭയങ്കര ഇങ്ങനെ സന്തോഷം തോന്നിക്കുക. അബിയുടെ മുഖമൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് ഈ അവന്തികയെന്ന് ഇഷ്ടമൊന്നുമല്ല. പിന്നെ നിന്റെ പെങ്ങളാണല്ലോ അവന്തികയെ, അവരുടെ പക്ഷത്താ, നമ്മുടെ പക്ഷത്തല്ല. അതുകൊണ്ട് എനിക്ക് അവളോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ അനിയത്തിയേക്കാളും എന്തുകൊണ്ടും അവൾ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. എൻ്റെ അനിയത്തി ഒരിക്കലും ഈ വീട്ടിലേക്ക് കടന്നുകൂടി വരാനായിട്ട് പാടില്ല. ഇത് കേട്ട അഭിയാണെങ്കിൽ, എടി എന്നാ നിനക്ക് തെറ്റി. ഞാനേ നിന്നോടൊരു രഹസ്യം പറയാം. ഈ അവന്തികയില്ലേ, നമ്മുടെ പക്ഷത്ത് തന്നെയാണ്. നമ്മുടെ പക്ഷത്തോ? എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ലല്ലോ നമ്മുടെ പക്ഷത്തായിട്ട്. അതേന്നേ, നമ്മുടെ പക്ഷത്ത് തന്നെയാന്നേ. നമ്മുടെ ശത്രുപക്ഷത്തല്ല അവള്. കാരണം അതൊക്കെ അവളുടെ വെറും നാടകമാണ്, അഭിനയം. നമ്മളോട് തന്നെയാണ് അവൾക്ക് കൂറും ഇഷ്ടവും ഒക്കെ. ഇത് കേട്ട് നവ്യാണെങ്കിൽ, ഓഹോ അത് ശരിയാ, മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. എടാ, അപ്പോൾ നിന്റെ പെങ്ങളെ വെച്ച് നീ കളി തുടങ്ങി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടുത്തെ കുടുംബം തകർക്കാനുള്ള പരിപാടിയാണല്ലേ? അപ്പോൾ നമ്മുടെ നവ്യാണെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിലാണല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം. അവന്തിക തന്നെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ആ കല്യാണം നടക്കുക തന്നെ ചെയ്യണം. എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവായിട്ടുള്ള ഒരു ഏർപ്പാടിനും ഞാൻ തയ്യാറല്ല. എനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. എനിക്ക് അവളെ കാണുമ്പോൾ തന്നെ അരിശമാണ്. നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതല്ലേ അവള്, അതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമല്ല എന്നൊക്കെ നവ്യ പറയാം. പിന്നെ ഒരു കാര്യമുണ്ട് അഭി, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവളുടെ കല്യാണം നടക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അഥവാ എല്ലാവരെയും ധിക്കരിച്ചുകൊണ്ട് നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് അനി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തും. എൻ്റെ മരണം കൊണ്ടുവരെ ഞാൻ അവരുടെ കല്യാണം മുടക്കാനായിട്ട് ശ്രമിച്ചിരിക്കും എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അബിക്ക് ഭയങ്കര സന്തോഷമാണ്. സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥയിൽ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ദേവയാനിയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് വന്നിരിക്കുക. അപ്പം അമ്പലത്തിൽ വന്നിരുന്ന് മനസ്സുരുകി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്.
അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് മുത്തശ്ശൻ പറയാണ്, ഏതായാലും ഇന്ന് വലിയൊരു കോമ്പറ്റീഷനാണ് നടക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെ വന്നാലും നമ്മൾ ഒരിക്കലും തലകുനിച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ല. ഈ വിജയം നമ്മളുടെ കൂടെ തന്നെ ആവണം. വിജയിക്കുന്നുള്ളൊരു ചിന്ത മാത്രമേ നമ്മളുടെ മനസ്സിൽ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. ഒരിക്കലും തോൽവി എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനിയുടെ മുഖത്ത് ഭയങ്കര ഒരു നിരാശയാണ്. അപ്പോൾ ദേവയാനി മുത്തശ്ശിയോട് പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും അമ്മേ, നയനമോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവൾ ഈ ഒരു ഇത് ജയിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങനെയാണല്ലോ. നയനമോൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് നല്ലൊരു ഫലം ചെയ്യും ദേവയാനി. അതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫാഷനുകൾ മാറി മാറി വരികയാണല്ലോ. ഇതൊരു കോമ്പറ്റീഷനാണ്. ആ കോമ്പറ്റീഷനിൽ ആരൊക്കെ ജയിക്കുമെന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ആരുടെ ഡിസൈനുകൾ ആണോ അവർക്ക് ഇഷ്ടപ്പെടുന്നത് അതല്ലേ തിരഞ്ഞെടുക്കുള്ളൂ. അത് അങ്ങനെ തന്നെ അല്ലേ ആകാനായിട്ട് പാടുള്ളൂ. അതിനെക്കുറിച്ച് ഓർത്തൊന്നും ദേവാ നീ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനമോൾക്ക് ഓരോ ദിവസം കഴിയുന്നോറും ഓരോ ഡിസൈനെ കുറിച്ച് നല്ലൊരു ഇതാണ് ഉള്ളത്, നല്ല അറിവാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തോക്കാൻ പോകുന്നില്ല. എൻ്റെ കൊച്ചുമോൾ തന്നെ വിജയിക്കും എന്ന് മുത്തശ്ശിയും പറയണം. മുത്തശ്ശിയുടെ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഒരിക്കലും നയനമോൾക്ക് ഒരു വീഴ്ച സംഭവിക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ വീഴ്ച സംഭവിക്കാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അച്ഛൻ്റെ മനസ്സൊക്കെ മാറും അമ്മേ. മാറി അച്ഛൻ ഉറപ്പായിട്ടും നയനമോളെയും ആദർശിനെയും വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നിങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെ സന്തോഷം തോന്നുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയാണ്. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ ബാധിക്കിരിക്കുകയായിരുന്നു. ആ സമയത്ത് അനി വരികയാണ്. അപ്പം അനി വന്നിട്ട്, മുത്തശ്ശ ഞാൻ കോമ്പറ്റീഷനിലേക്ക് പോവുകയാണ്, മുത്തശ്ശ എന്നെ അനുഗ്രഹിക്കണം. മുത്തശ്ശൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. പിന്നെ നയനേട്ടത്തിയും എന്നെ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നയനേട്ടത്തിയാണ് നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തു തരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നയനയെ കൊണ്ട് എന്തിനാണ് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നത്? നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? നീ എന്താ വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടാണോ നയനയെ പിടിച്ചത്? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശ എന്തൊക്കെ വന്നാലും നമ്മളുടെ ഡിസൈനർ ആയിരുന്നല്ലോ നയനയെടുത്തിയൊന്നും ഒരിക്കലും തള്ളിക്കളയാനായിട്ട് എനിക്ക് സാധിക്കില്ല. എടാ, ഇതൊക്കെ നിന്റെ കഴിവുകേടായിട്ടേ എനിക്ക് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. നീ കഴിവില്ലാത്തത് കൊണ്ടാ നയനയെ തിരഞ്ഞെടുത്തത്. നിനക്ക് വേറെ ആരെയും വെക്കാനായിട്ടുള്ളൊരു ആത്മവിശ്വാസവും ഇല്ല. അതേ മുത്തശ്ശ, എനിക്ക് കഴിവുകേട് തന്നെയാണ്. എനിക്കൊരു ആത്മവിശ്വാസവും ഇല്ല. MD സ്ഥാനത്തിരിക്കുമ്പോൾ അത്ര വലിയ യോഗ്യതയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അനേടത്തിയെ സഹായം വേണമെന്ന് പറഞ്ഞത്. എന്തെങ്കിലും ആവട്ടെ, നീ ആരുടെ സഹായം തേടിയാലും കൊള്ളാം. പക്ഷേ മൂർത്തീസ് കമ്പനി വിജയിക്കണം. മൂർത്തീസ് കമ്പനിക്കൊപ്പം ആയിരിക്കണം ഇനി വിജയങ്ങൾ വരാനായിട്ട് പോകുന്നത്. മനസ്സിലായല്ലോ? നീ ഇപ്പം ആരെ വെച്ചാലൊന്നും എനിക്കത് അറിയേണ്ട കാര്യമൊന്നുമില്ല. നീ കമ്പനിയുടെ MD ആണല്ലോ. അപ്പം നിന്റെ ഇഷ്ടമാണല്ലോ നീ ആരെ വെക്കണം, നീ ആരെ കൊണ്ട് ഡിസൈൻ ചെയ്യണമെന്നൊക്കെ നിന്റെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് നീ തന്നെ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇത് കേട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം അനിയാണെങ്കിൽ, മുത്തശ്ശ എനിക്ക് മുത്തശ്ശൻ്റെയും പിന്നെ അതേപോലെ തന്നെ ഞാനെടുത്തിട്ടേക്ക് അനുഗ്രഹം വേണം, മുത്തശ്ശനെ അനുഗ്രഹിക്കുക എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ കൽക്കൽ വീഴുകയാണ്. മുത്തശ്ശൻ പറയുകയാണ്, നീ നന്നായിട്ട് വിജയിച്ച് തന്നെ വരും മകനെ, നീ പോയിട്ട് വാ എന്ന് പറയാം. അങ്ങനെ അനുഗ്രഹിച്ച് നമ്മുടെ അനി നേരെ ഇറങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെ നവ്യ ആണെങ്കിൽ അമ്പലത്തിൽ വന്നിരിക്കുക. അപ്പോൾ അമ്പലത്തിൽ വന്നിരുന്ന നവ്യ മനസ്സുരുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, വിജയം ഞങ്ങൾക്കൊപ്പം തന്നെ ആയിരിക്കണമേ, മൂർത്തീസ് കമ്പനിക്കൊപ്പം തന്നെ ആയിരിക്കണമേ. എൻ്റെ നയനയാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്, അവളെ വിജയിപ്പിക്കണമേ എന്നൊക്കെയാണ് മനസ്സുരുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ശത്രു അത് അഭി തന്നെയാണ്. എൻ്റെ മൂകാംബികമ്മേ, ഏതായാലും അഭിയെ എല്ലാം കൊണ്ട് തകർക്കണമേ എന്നൊക്കെയാണ് നമ്മുടെ നവ്യ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് നയനയും ആദർശം കൂടി വരുന്നത്. അപ്പോൾ ഇവർ നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരുപാട് പേരുകൾ വരുമെന്ന് ഞാൻ ഓർത്തിരുന്നു. പക്ഷേ നമ്മൾ കണ്ടത് നിൻ്റെ ചേച്ചിയെ തന്നെയാണല്ലോ നയന എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ നേരെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഈ ആദർശാണെങ്കിൽ എന്ത് പ്രാർത്ഥിക്കാനാ വന്നത്? ഞങ്ങൾ മുടിഞ്ഞു പോണേന്ന് പ്രാർത്ഥിക്കാനായിരിക്കും വന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കതിൻ്റെ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ വിജയിക്കണമെന്നാണല്ലോ
എൻ്റെ ആഗ്രഹം. കാരണം ഞാനിപ്പോൾ ഒരു ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജ്വല്ലറി വിജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ ജ്വല്ലറിയിൽ നിന്നാണ് ഞാൻ ശമ്പളവും മേടിക്കുന്നത്. അപ്പോൾ ഒരിക്കലും തോറ്റു പോകണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പറയുമോ? പറയില്ല. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശാണെങ്കിൽ എന്നാലും നീ ഞങ്ങളെ ശപിക്കുന്നുണ്ടാവും. എന്തിനു ശപിക്കണം? പിന്നെ നയന ഇപ്പോൾ അമ്മയാകാൻ പോകുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പകയുണ്ട്. അതൊന്നും ഇപ്പം അവളോട് കാണിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അവളെ എനിക്ക് ദൈവത്തിൻ്റെ മുന്നിൽ ശപിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതൊക്കെ കേട്ട് നയനയാണെങ്കിൽ ചേച്ചി എപ്പോഴും ശത്രുപക്ഷത്തെയാണ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്, സ്വന്തം ഭർത്താവിനെ തന്നെ. പിന്നെ എൻ്റെ ഭർത്താവിനെ ഞാൻ പുകഴ്ത്താതെ നിന്റെ ഭർത്താവിനെ പുകഴ്ത്തണോ? നിന്റെ ഭർത്താവാണ് ഏറ്റവും വലിയ ഫ്രോഡ്. എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ നിന്റെ ഭർത്താവ് നടക്കുന്നത് കണ്ടില്ലേ? പക്ഷെ എൻ്റെ അഭി അങ്ങനെയല്ല, സത്യസന്ധനമായിട്ട് തന്നെയാണ് ഇപ്പം അവൻ ജീവിക്കുന്നത്. ചേച്ചി അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഒരിക്കൽ ചേച്ചിയുടെ മുന്നിൽ സത്യങ്ങളെല്ലാം തെളിയും. ആ സമയത്ത് ഈ അഭിയെ പ്രാഗിക്കൊണ്ട് ചേച്ചി ഈ അമ്പലത്തിൽ തന്നെ വരും. അമ്പലത്തിൽ തന്നെ വന്ന് ചേച്ചി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ചേച്ചി ദുഃഖിക്കും. ആയിക്കോട്ടെ, ആ സമയം വരുമ്പോഴല്ലേ. അപ്പോൾ അത് നമുക്ക് അന്ന് ആലോചിക്കാം. ഇപ്പം എനിക്ക് അത് ആലോചിക്കാൻ നേരമില്ല. ഇപ്പം എൻ്റെ അഭിയെക്കുറിച്ച് മാത്രം എനിക്ക് പ്രാർത്ഥിക്കാനേ സമയമുള്ളൂ. എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശം പറയാണ്, അനഘ പുരോഗമിച്ച് വരുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും അനഘ തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞ് നിന്റെ മുന്നിൽ സത്യങ്ങളെല്ലാം പറയും നവ്യ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ പറയിപ്പിക്കുന്നതായിരിക്കും, അല്ലാതെ ആരും സത്യം പറയാനായിട്ട് വരില്ലല്ലോ. നിങ്ങളുടെ ഭാഗത്ത് ന്യായം കണ്ടെത്തണണ്ടേ? അതുകൊണ്ട് അവൾക്ക് കുറേ പൈസ എല്ലാം കൊടുത്ത് അവളെ കൊണ്ട് എൻ്റെ മുന്നിൽ സത്യങ്ങൾ പറയിപ്പിക്കും. ഓ, അങ്ങനെയാണോ നവ്യയുടെ വിചാരം? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ അനഘ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ നടപടി വരെ സ്വീകരിക്കും. അങ്ങനെ നിയമത്തിൻ്റെ മുൻപാകെ നിന്റെ ഭർത്താവ് തന്നെയാണ് കുറ്റക്കാരനെന്ന് അനഘ തെളിയിക്കുക തന്നെ ചെയ്യും. ഓ, അങ്ങനെ തെളിയിക്കോ? അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് ചിന്തിക്കാം അഭിയാണതിൽ കുറ്റക്കാരനെന്ന്. അതുവരെ എൻ്റെ മുന്നിൽ കുറ്റക്കാരൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവുക. അപ്പം നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നയനാണെങ്കിൽ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആദർശേട്ടാ, എന്ത് പറഞ്ഞാലും ചേച്ചി വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. അവരുടെ പക്ഷത്ത് തന്നെയാണ് ചേച്ചി നിൽക്കുള്ളൂ. അപ്പോൾ നമ്മളെന്തിനാണ് വന്നത്, അതിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് പോവുകയാണ്. പക്ഷേ നവ്യ ഒരു നിമിഷം അനിയനെയൊക്കെ തിരിഞ്ഞ് നോക്കുകയാണ്. കാരണം അവർ പറയുന്നത് തന്നെയാണല്ലോ സത്യം. അവർക്ക് വേണ്ടി തന്നെയാണല്ലോ ഇപ്പം നവ്യ പോരാടുകയും ചെയ്യുന്നത്. അങ്ങനെ നവ്യ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് അഭിക്ക് കുങ്കുമമൊക്കെ തൊട്ടുകൊടുക്കണം. ഇതേ മൂകാംബിക അമ്മയുടെ കുങ്കുമമാണ്. ഇത് തൊട്ട് തന്നിട്ടുണ്ടെങ്കിൽ വിജയം നിനക്ക് തന്നെയാ. കാരണം സത്യത്തിനൊപ്പം മാത്രമേ മൂകാംബിക അമ്മ നിൽക്കുള്ളൂ. നീയല്ലേ സത്യങ്ങൾ മാത്രം ചെയ്തിട്ടുള്ളൂ. അവരെപ്പോഴും ഫ്രോഡുകളായിട്ടല്ലേ നടക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഒപ്പം സത്യം നിൽക്കില്ല. നിന്റെ ഒപ്പം തന്നെ നിൽക്കുള്ളൂ. നിന്റെ പ്രാർത്ഥനയെ മൂകാംബിക അമ്മ കേൾക്കത്തുള്ളൂ. അത് ഉറപ്പുള്ള കാര്യം തന്നെയാ. പിന്നെ ഞാൻ മനസ്സൂരിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ ദേവിയെ സത്യത്തിനൊപ്പം മാത്രം നിൽക്കണേ, സത്യം മാത്രം വിജയിക്കണേ എന്ന്. ഉറപ്പായിട്ടും അത് തന്നെ വിജയിക്കും അഭി, എനിക്കതിൽ യാതൊരു സംശയമില്ല എന്നൊക്കെ അഭിയോട് പറയണം. അപ്പം അഭിക്കാണെങ്കിൽ ഭയങ്കര താല്പര്യത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. ഏതായാലും പോകേണ്ട സമയമല്ല. ഞാനും വരുന്നുണ്ട്. കാരണം കമ്പനിയിൽ ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് അറിയണമല്ലോ. പണ്ടത്തെ പോലെ വീഴ്ച സംഭവിക്കാനായിട്ട് പാടില്ല. ആദർശും നയനയും ഒക്കെ തോറ്റ് തുന്നം പാടുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമ്മൾ കാണും. നമ്മുടെ മുന്നിൽ തല കുനിച്ച് പോകുന്നത് എനിക്ക് കാണണോടാ എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.